ഇതാട്ടോ തല വെട്ടുന്ന സിസ്റ്റമാണ്. തല കുടുക്കി വെച്ചിട്ട് തല വെട്ട് ചെയ്യുക. വെട്ടുന്ന ആളാണ് ബാക്കിൽ നിൽക്കുന്നത് കേട്ടോ. കൈ ലോക്ക് ചെയ്തിട്ട് കഴുത്തിങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് തറ വേണം നിന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എങ്ങനെ വേണേൽ നമുക്ക് നിന്ന് കൊടുക്കാം. ഓൾക്ക് വെട്ടാനുള്ള നല്ല സുഖമാണല്ലോ. നമ്മൾ ഈ 4000 കൊല്ലം പഴക്കമുള്ള കോട്ടൻ്റെ അകത്തേക്ക് കേട്ടോ പോകുന്നത്. അതെ അതെ അതെ. ഇവിടെ ചൂട് സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചൂട് തന്നെ ആണ് ഇവിടെ. വേറെ ഉള്ളിടത്തെ മാതിരി നോർമലല്ല, ഇവിടെ ഹെവിയാണ്. ഇതാണ് അപ്പോൾ ഈ കോട്ടനാണ് മെയിൻ വ്യൂ പോയിന്റ് കേട്ടോ. ഇവിടുത്തെ മാൾട്ട എന്ന് പറയുന്നതിൻ്റെ മെയിൻ വ്യൂ പോയിന്റ്സ് ആണ്. ഇവിടെ കുറെ ഷൂട്ടിങ്ങുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും ഹോളിവുഡ് തന്നെയല്ലേ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് നടന്നത് പിന്നെ ഗെയിം ഓഫ് ത്രോൺസ് ആണ്. ഒരു സിറ്റീൻ്റെ അകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ അന്നത്തെ കാലത്തുള്ള ഈ കോട്ടൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ മൊത്തം. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. ഹായ്, നമസ്കാരം. എന്താ വിശേഷം? സുഖല്ലേ? അങ്ങനെ നമ്മൾ മാൾട്ടയിൽ എത്തിയിരിക്കുകയാണ്. നടന്ന് തേടി മാൾട്ടയിൽ നമ്മൾ എന്തിനാന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. എന്തിനാന്ന് പറഞ്ഞ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഭയങ്കര ചരിത്രങ്ങൾ, 3000-4000 വർഷങ്ങളുടെ ചരിത്രങ്ങളുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അങ്ങനെ മാൾട്ടയിലെ നമ്മളെ കാഴ്ചയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് സ്വാഗതം പറയാണ്. ഫസ്റ്റ് എപ്പിസോഡാണ്. നല്ല കാഴ്ചകൾ. ഇവിടെ ഹിസ്റ്റോറിക്കലായിട്ട് 3000-4000 കൊല്ലത്തെ ഹിസ്റ്ററികളാണ് പറയാനുള്ളത്. നമ്മളെ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, അവിടെ നമ്മളെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓപ്പ് ബസ് ഉണ്ട്. നമ്മളെ ഈ കണ്ടില്ല നിങ്ങൾ, കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ജാതി സാധനമാണ്. ഭയങ്കര സൈസുള്ള സാധനമാണ്. ഇങ്ങനെ വന്ന് കുത്താൻ പോയതുണ്ടെങ്കിൽ അവനെ ഓടിച്ചിട്ട് ഇതാക്കുക കേട്ടോ. കുതിരകളുണ്ട് ഇവിടെ. ഇതാ വാഹനങ്ങളൊക്കെ ഉണ്ട്. ലുക്കോ, ഹായ് ലുക്കോ, സലാം. ആ, എന്താ വിശേഷം? നല്ല വിശേഷം. നമ്മള് എങ്ങോട്ട് എന്തിനാ പോവല്ലേ? എന്തിനോ പോവാ. സലാം അലി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് കുടുംബസമേതം വന്നാണ്. ഇതാ ഇത് നമുക്ക് കണ്ണൊക്കെ കാണും കേട്ടോ. ഓള് കണ്ണിട്ട് നോക്കണ്ട. ഹായ് ഗായ്സ് കൈ കൊണ്ട് കാണിക്കും. ഹായ് ഗായ്സ്. അതെ, അപ്പം നമ്മൾ കാഴ്ചയിലേക്ക് പോവാണ്. ഇതിൻ്റെ ഹിസ്റ്ററി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോകം തന്നെ കേട്ടോ. ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സാധാരണ കോട്ടകളൊക്കെ കാണാൻ പോകുന്നത് പോലെയല്ല. ഇവിടെ മാർക്കറ്റ്, ചർച്ചുകൾ, അങ്ങനെ വേണ്ട ഒരു സിറ്റി തന്നെ, ഒരു മൊത്തമായിട്ടുള്ളൊരു സിറ്റി തന്നെയാണ് പഴയ കാലത്തെ ചരിത്രത്തിൽ. അതാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കുതിരകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കണ്ണിന് കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ. ഗ്ലാസ് ഇട്ടത് വെയിലായിട്ടാണ്. അവള് കറുത്ത് പോകുന്നതിന് ഇട്ടതാണ് അല്ലേ? കറുത്ത് പോകുന്നതിന് ഇട്ടാണ്, അല്ലാതെ അവള് കാഴ്ച ഇല്ലായിട്ടാന്ന് വിചാരിക്കരുത്. കാഴ്ച ഇല്ലാത്ത പോലെ കണ്ണടാന്ന് വിചാരിക്കരുത്. അപ്പോൾ ചെറിയൊരു ഹിസ്റ്ററി പറയണ്ടേ, എന്താണ് ഇതിൻ്റെ കഥ? ഇത് മെന്തിന 3000-4000 വർഷത്തെ പഴക്കമുണ്ട്. ഇത് ഗ്രീക്ക് ആയിട്ട് ബന്ധപ്പെട്ടതാണോ? ഗ്രീക്ക് സെന്റ് പോൾസ് ആയിട്ട് ഇതിന് ബന്ധമുണ്ട്. അറബുമായിട്ട് ബന്ധമുണ്ട്. കുറെ ക്യാപ്ചറിങ് ആയിട്ട് എല്ലാ ക്യാപ്ചറിങ് നടക്കുമ്പോഴും അതിനായിട്ട് ബന്ധം വരുമല്ലോ. ഒരു 1500 വർഷം മുന്നേ പിന്നെ ഇത് ശരിക്കും മാൾട്ടന്റെ ക്യാപിറ്റലായിരുന്നു. 1500 വർഷം മുമ്പാണ് ഈ ക്യാപിറ്റൽ ഉള്ളത്. 1500 വർഷം മുന്നേ മാറ്റിക്കുന്നത്. 1500 വർഷത്തിന് ശേഷം പിന്നെ വാലറ്റാണ്. ഓക്കെ. അപ്പൊ ഒരു മാൾട്ട എന്ന് പറഞ്ഞ രാജ്യം ഈ 3000-4000 വർഷം മുന്നേ ഉണ്ട്. ഓ, അത് ശരിയാ. ഞാൻ വിചാരിച്ച ഏതോ ഒരു ഐലൻഡ് ഏതെങ്കിലും നമ്മളെ സെക്കൻഡ് വാറിനോ ഒക്കെ ശേഷം ഇങ്ങനെ മാറിപ്പോയതായിരിക്കും. അപ്പോൾ ആ കാലത്ത് ഇത് ക്യാപിറ്റൽ ആവാൻ കാരണം ഈ സിറ്റിയൊക്കെ നിലനിർത്തിക്കൊണ്ടല്ലേ? അതാണ് അതിൻ്റെ കണക്ക്. ഇതെന്താണ് ഇത്? നമ്മൾ ചെറിയ മിനുക്കുപണികളൊക്കെ 1998 എടുത്തിട്ടുണ്ട്. ഓക്കെ. തല വെട്ടുന്ന സിസ്റ്റാണ്. പണ്ട് ഇങ്ങനെയും തല വെട്ടീന് ഇതാട്ടോ. തല വെട്ടുന്ന സിസ്റ്റമാണ്. തല കുടുക്കി വെച്ചിട്ട് തല വെട്ട് ചെയ്യുക. വെട്ടുന്ന ആളാണ് ബാക്കിൽ നിൽക്കുന്നത് കേട്ടോ. അതെ, ആ സമയത്ത് അത് ഏത് വർഷമായിരുന്നു? 2000 ഇയേഴ്സിൻ്റെ അല്ലേ? ഓ, തല വെച്ചിട്ട് ഫോട്ടോ എടുക്കാം നമുക്ക്. മൂപ്പരാളത് കറക്റ്റ് ആട്ടോ. വെട്ടാൻ റെഡിയാണ്. വാളില്ല.
ലൈക്ക് ദിസ് ലൈക്ക് ദിസ്. ഇതേപോലെ കഴുത്ത് കൈയൊക്കെ വെക്കൂട്ടോ. കൈ ലോക്ക് ചെയ്യും. കൈ ലോക്ക് ചെയ്തിട്ട് കഴുത്തിങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് തറ വേണം നിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ വേണേൽ നമുക്ക് നിന്ന് കൊടുക്കാം. ഓൾക്ക് വെട്ടാനുള്ള നല്ല സുഖമാണല്ലോ. അതുകൊണ്ട് നമ്മൾ നിൽക്കുന്നതൊന്നും വിഷയമല്ല, കഴുത്ത് ഇവിടെ വെച്ച് കൊടുക്കണം എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇനിയും ചെയ്തിരുന്നു അല്ലേ മോളെ? ശരിയല്ലേ? അപ്പോൾ ലുക്കു നമ്മൾ ബാക്കി വിഷയത്തിലേക്ക് വരാം. അതിൻ്റെ ഇടയ്ക്ക് തല വെട്ടാൻ പോയി പറയും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി എന്നിട്ട് ആ കാലഘട്ടത്തിൽ ഭരിച്ച സിസ്റ്റവും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ വേറെ യൂറോപ്യൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? ഇവിടുത്തെ ശരിക്കും മുമ്പുള്ള ഇൻകം ഒക്കെ എന്തായിരുന്നു ഇവർ ഇതേപോലെ മറ്റു രാജ്യങ്ങൾ പോയി പിടിക്കുകയും ചെയ്തിട്ടില്ലല്ലോ മാൾട്ടക്കാർ? ഇല്ല, മാൾട്ടീസിനെ എല്ലാവരും പിന്നെ ഇങ്ങോട്ടേക്ക് കയറി പിടിച്ചെടുത്ത് അല്ലാതെ ഇവരാരും പോയി പിടിച്ചെടുത്ത ചരിത്രമില്ല. നല്ല ആൾക്കാരാണ് ഇവർ. ബേസിക്കലി ഫാമേഴ്സും പിന്നെ അതേപോലെ അതിനത്ര സ്ഥലമുണ്ട് ഇവിടെ ഫാം ചെയ്യാനൊക്കെ? ചെറിയ സ്ഥലങ്ങളേ ഉള്ളൂ. ആ സ്ഥലങ്ങളിൽ തന്നെ ഉള്ള ആൾക്കാരെന്നെ. വേൾഡ് വാർ 2 സർവൈവ് ചെയ്യുന്ന വലിയൊരു ഹിസ്റ്ററി. ഇവർ ആരോ കൂടുതലായിരുന്നു ആ കാലത്തായിരിക്കും? ബ്രിട്ടനാ, ശരിയാ. അങ്ങനെ ഒരു ചരിത്രം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ബ്രിട്ടൻ്റെ അണ്ടറിലായിരുന്നു, നമ്മളെപ്പോലെയൊക്കെ തന്നെ. അപ്പോൾ ഇവർ എത്ര വർഷം? 1987 സ്വാതന്ത്ര്യമായത് അല്ലേ? അങ്ങനെ ഒരു ചരിത്രം ഇവർക്കുണ്ട് കേട്ടോ. ഇവർ സാധാരണ നമ്മൾ സ്പാനിഷും ഫ്രഞ്ചും ഒന്നും പറയുന്നത് പോലെയല്ല, ഇവർ ബ്രിട്ടീഷിൻ്റെ അണ്ടറിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം ഇങ്ങനെ ബാക്കിയായിട്ട് കിട്ടിയത്. ഇല്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ളവരെ എന്നോ പിടിച്ചെടുത്തു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് സിറ്റിയാണ് കേട്ടോ. നമ്മളൊരു സിറ്റീൻ്റെ അകത്തേക്ക് കയറിയ മാതിരിയാണ്. മൊത്തത്തിൽ വലിയൊരു മതിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ സിറ്റിയിലെ അകത്തത്തെ കാഴ്ചകളാണ് ഓരോന്നും കാണാനുള്ളത്. ഇതിൻ്റെ അകത്ത് വീടുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, അങ്ങനെ ഒരുപാട് സംഗതികൾ, കച്ചവടം, ചർച്ച്, അങ്ങനെയൊക്കെ ഒരു നാട് എന്ന് പറയാം നമുക്ക്. ഒരു നാട്, ഒരു ഗ്രാമം, ഒരു സിറ്റി, അങ്ങനെ നമുക്ക് ഇതിനെ പറയാൻ പറ്റും കേട്ടോ. ഇതിന് ഉപയോഗിച്ച കല്ലുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് തന്നെയാണ് പഴയ 2000 വർഷങ്ങൾക്കും 3000 വർഷങ്ങൾക്കൊക്കെ പഴക്കങ്ങളാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. വീട്, ഷോപ്പ്, അമ്പലം, പള്ളി, അങ്ങനെ എല്ലാം ഇവിടെ തന്നെ. ഭരണവും ഇവിടെ തന്നെ. അതായത് പണ്ടത്തെ മാർക്കറ്റിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാണെങ്കിൽ പേര് പറഞ്ഞോളി. എൻ്റെ പേര് ഗോകുലം. എത്ര വർഷം ഇവിടെ? ഞാനിപ്പം 3 കൊല്ലം. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? കുഴപ്പമില്ലല്ലോ. മാൾട്ടയിൽ അടിച്ചുപൊളി. നിങ്ങൾ ആലപ്പുഴ അല്ലേ? ഇത് കമ്പനിയാ? ഈ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോ എന്തിനാ നിങ്ങളെ വണ്ടിയായിട്ട് വരുന്നത് ഇവിടേക്ക്? അതിന്റെ പരിപാടി. ഓക്കെ, ഉഷാർ. അപ്പോൾ നമ്മളൊരു മലയാളി കേട്ടോ. മലയാളി പൊളി. ഇതുപോലെ ഇഷ്ടംപോലെ മലയാളികളുണ്ടോ ലുക്കോ ഇവിടെ? ഇവിടെ മലയാളികളെ ഒരുപാടുള്ള മാതിരി തോന്നും. പക്ഷെ ചെറിയ സ്ഥലമായതുകൊണ്ട് 10-15,000 മലയാളികൾ, 10-15,000 ഇന്ത്യക്കാരിൽ 72 കണക്കറിയില്ല എനിക്ക്. പക്ഷേ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാണെങ്കിൽ നമ്മളൊരു നാട്ടിൽ പോയ പോലെ തന്നെ തൊട്ടേനും പിടിച്ചതിനും മുക്കിലൊക്കെ മലയാളി ഉണ്ടല്ലേ. കാരണം ഒരു ചെറിയൊരു സ്ഥലമാണല്ലോ. അപ്പൊ എങ്ങനെ പോയതാണെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് ആൾക്കാർ എന്തായതാണെങ്കിൽ ഒരു ചുറ്റുവട്ടം. പക്ഷെ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതില്ലല്ലോ, ഒക്കെ ഇപ്പോൾ കുറഞ്ഞ ഒരു 5-10 വർഷത്തിനുള്ളിൽ വന്ന ആൾക്കാരല്ലേ? അതിൽ 90% ആൾക്കാരും ഈ ഒരു 5-8 വർഷത്തിനുള്ളിൽ വന്നു. കോവിഡിന്റെ ശേഷം എത്തിയ ആൾക്കാരല്ലേ? പഠിക്കാനായാലും ഇവിടെ ബാക്കി ജോലി ആയാലും ഒക്കെ. അതെ, പഴയ ഒരു 10 കൊല്ലത്തിന് മുകളിലുള്ള മലയാളികൾ വളരെ കുറവുണ്ട്. പക്ഷെ വളരെ കുറവാണ്. ഓല് ഓൾറെഡി എല്ലാ കാര്യങ്ങളും ലോങ് ടൈം ഒക്കെ അടിച്ച് ഇവിടെ ഓൾറെഡി സെറ്റിലായ ആൾക്കാരാണ്. അങ്ങനെ. പക്ഷെ ഓലെന്ന് വെച്ചാണെങ്കിൽ മുന്നേ ഇവിടുന്ന് വന്ന് ഇങ്ങോട്ടേക്ക് വന്ന ആൾക്കാരൊക്കെ പല ഓപ്പർച്യൂണിറ്റി, ഇവിടുന്ന് മൈഗ്രേഷന് ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും. ഇപ്പോഴും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് UK പോകാൻ പിന്നെ പൈസ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോവാം. വേറെ IELTS കാര്യങ്ങളോ ലാംഗ്വേജ് ടെസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് ഇവിടുത്തെ പാസ്പോർട്ട് കാര്യങ്ങളാവാനൊക്കെ റൂൾസൊക്കെ എന്താ സ്ഥിതി? ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ 5 വർഷം കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ലോങ് ടൈം PR കിട്ടും. അതെ. ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ ഒരു 2 ടെസ്റ്റ് ഉണ്ട്. വെച്ചാണെങ്കിൽ കൾച്ചറൽ ലാംഗ്വേജ് ടെസ്റ്റ് സ്റ്റേജ് 1 സ്റ്റേജ് 2. അത് കഴിഞ്ഞാണെങ്കിൽ 5 വർഷം കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ലോങ് ടൈം എന്ന് പറഞ്ഞ സാധനം കിട്ടും. ലോങ് ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം PR പോലെ. പിന്നെ ലോങ് ടൈം കിട്ടി കഴിഞ്ഞാണെങ്കിൽ പിന്നെ നമ്മൾ ഒരു 10 കൊല്ലമാണ് പിന്നെ അതിൻ്റെ കണക്ക് പറയുന്നത്. സിറ്റിസനാണ്, പാസ്പോർട്ട് സിറ്റിസനാവും അല്ലേ? അങ്ങനെയൊക്കെയാണ് സ്ഥിതി.
ആ കോട്ട കേട്ടോ, ആ കോട്ടൻ്റെ പുറത്താണ് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതൊക്കെ കണ്ടെങ്കിൽ. ഇതാണ് നമ്മളെ മാൾട്ട. മാൾട്ട ഇത്ര തന്നെയല്ലേ ഉള്ളൂ മൊത്തം അല്ലേ? ഈ കാണുന്ന അറ്റം കണ്ടില്ല നിങ്ങൾ? അതെ അതെ അറ്റം അതെ, അത് മെലിഹ. മെലിഹൻ്റെ ഒരു അറ്റാണ്. പുറത്തേക്ക് പോകുമ്പോൾ നമ്മളെ ആ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഏതാ? അത് ഏകദേശം ആ ഭാഗത്തേക്ക്. അതാണ് ക്യാപിറ്റലും അല്ലേ? അത് സെന്റ് ജൂലിയൻസ്. ആ ബിൽഡിംഗ് ഉണ്ടോ? മെർക്കുറി എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ആണ്. ആ വലിയ ബിൽഡിംഗ് ആണ്. അതെ അതെ അതെ. സെന്റ് ജൂലിയൻസ്. അവിടെ എയർപോർട്ടും അവിടെ കഴിഞ്ഞോട്ട്. ഇത് ഇവിടെ കഴിഞ്ഞോ? ഇതോടുകൂടി ഇങ്ങനെ ഇല്ല, കുറച്ചും കൂടി അങ്ങോട്ടേക്ക് ഉണ്ടാവില്ലേ? അതെ അതെ അതെ. യൂറോപ്യൻസ് തന്നെയാണ് മെയിനായിട്ടല്ലേ കാണാൻ വരുന്ന ഐറ്റങ്ങൾ. യൂറോപ്യൻസ് ഇവർക്ക് പോലെ കണക്റ്റീവായിട്ടുള്ള ഹിസ്റ്ററികൾ ഉണ്ടാവും. അതാണ് ഇവിടെയും അവിടെയൊക്കെ ആയിട്ടുള്ള. സമ്മർ വലിയ കാര്യമാണ്. ആ ഇവിടെ സമ്മറിന് ബാക്കിയുള്ളിടത്തൊക്കെ സമ്മർ കുറേ സ്ഥലത്ത് ചൂടല്ല, തണുപ്പാണ്. ഇവിടുത്തെ ചൂടും ബീച്ചും ആണ് മെയിൻ. അതെ അതെ അതെ. ഇവിടെ ചൂട് സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചൂട് തന്നെ ആണ് ഇവിടെ. വേറെ ഉള്ളിടത്തെ മാതിരി നോർമലല്ല, ഇവിടെ ഹെവിയാണ്. ഇതാണ് ഫ്ലാഗ് കേട്ടോ, നമ്മളെ ഇതിൻ്റെ മാൾട്ടൻ്റെ ഫ്ലാഗാണ്. അപ്പോൾ ഈ കോട്ടനാണ് മെയിൻ വ്യൂ പോയിന്റ് കേട്ടോ ഇവിടുത്തെ. മാൾട്ട എന്ന് പറയുന്നതിൻ്റെ മെയിൻ വ്യൂ പോയിന്റ്സ് ആണ്. ഇവിടെ ഏതോ ഷൂട്ടിംഗ് നടന്നത് ലുക്കു? ഇവിടെ കുറേ ഷൂട്ടിങ്ങുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും ഹോളിവുഡ് തന്നെയല്ലേ അധികം നടന്നത്? ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് നടന്നത് പിന്നെ ഗെയിം ഓഫ് ത്രോൺസ് ആണ്. ഗെയിം ഓഫ് ത്രോൺസ്. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഗേറ്റും കാര്യങ്ങളും ഇവിടെ ഈ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിലാവും. അതെ 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 അതെ. ഇവിടുത്തെ ഈ ഭാഗത്ത് കൂടിയൊക്കെ ഒരുപാട് കുതിരയിലൊക്കെ ഉള്ള ഇതുണ്ടല്ലേ? ഇവിടെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ മെയിൻ ആംബിയൻസ് പോകുന്നത് എംദീനൻ്റെ ആംബിയൻസ് ആണ്. അത് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇത് വിസിറ്റ് ചെയ്യാന്നുള്ളത് ഗെയിം ഓഫ് ത്രോൺസ് ഫാൻസിനെ ഭയങ്കര ഒരു കാര്യം. അപ്പൊ നിങ്ങൾ കണ്ടോളൂ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാനുള്ള അവസരം കിട്ടുകയാണ് കേട്ടോ. ഈ കുതിരപ്പുറത്ത് വരുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് ഇതിലൂടെ, ഈ ഭാഗത്ത് സെൻട്രൽ ഭാഗത്ത് കൂടെയൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഈ കോട്ടകളുടെ കാഴ്ചകൾക്കപ്പുറം ഇതിൻ്റെ പുറം കാഴ്ചകൾ തന്നെ വലിയൊരു അതിശയങ്ങളാട്ടോ. കടലിനോട് ചേർന്നിട്ടുള്ള ഇതിൻ്റെ മറ്റൊരു ഭാഗം കൂടി കാണുന്നതോടുകൂടി നമുക്ക് ഇതിൻ്റെ അതിശയങ്ങളുടെ കാഴ്ചകൾ തന്നെയാണ് കാണാനുള്ളത്. ചരിത്രങ്ങളും കാഴ്ചകളും തന്നെ കേട്ടോ നമുക്ക് കാണാനുള്ളത്. ഇത് കണ്ടെങ്കിൽ ഇതുപോലത്തെ എൻട്രൻസുകളിലൂടെ ആൾക്കാരൊക്കെ വന്ന് പാറൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന കണ്ടില്ല നിങ്ങൾ? ഇത് ചെടികൾ നമ്മൾ കുഴിച്ചിടുന്ന ടൈപ്പ് നല്ല അടിപൊളി ചെടികളുണ്ട് കേട്ടോ. എന്ത് ജാതി പൂക്കളാണെന്നറിയാം. അപ്പോൾ ഇതേപോലത്തെ സ്ഥലങ്ങളാണ് കേട്ടോ. എന്താ പറയുക, കണ്ടില്ല നിങ്ങൾ? ഇത് രസമല്ലേ? അവിടെ കണ്ടില്ല നിങ്ങൾ? ഒരു ഐലൻഡ് പോലെ ഒരു സംഭവം കേട്ടോ. അവിടെയൊക്കെ ഇതുപോലെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടല്ല സെലക്ഷന്, പക്ഷെ നമുക്ക് പോവുകയൊക്കെ ചെയ്യാം. ഈ ജപ്പാൻകാർ എത്താത്ത നാടില്ല കേട്ടോ ലോകവും. ജപ്പാൻകാർ അപ്പോൾ ഇവര് ഞാൻ ഏത് കുഗ്രാമ ചളിക്കൊണ്ട് പോയാൽ അവിടെ ഉണ്ടാവും ജപ്പാനിയല്ല.